വെൽക്കം ടു ഈസി ഇംഗ്ലീഷ്. ഈസി ഇംഗ്ലീഷിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഈസി ഇംഗ്ലീഷ് ഏകദേശം ഒരു വർഷത്തിലധികമായി ചാനലിൽ പാഠഭാഗങ്ങളുടെ വിശദീകരണവും നോട്ട്സും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് ചില സാങ്കേതിക തടസ്സങ്ങളായിരുന്നു അതിനൊക്കെ കാരണം. ഇത് കേരള സിലബസ് +1 +2 ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന് ഈസി ഇംഗ്ലീഷ് എത്തിയിരിക്കുന്നത് സെക്കൻഡ് ഇയർ ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നും ഉള്ള ചാപ്റ്ററായിട്ടുള്ള മാച്ച് ബോക്സ്. ആശാപൂർണ ദേവി എന്ന ബംഗാളി എഴുത്തുകാരി എഴുതിയ മാച്ച് ബോക്സ് എന്ന കഥയും അതിൻ്റെ മലയാളത്തിലുള്ള വിശദീകരണവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് പഠിക്കാൻ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം സഹായകരമാകും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. സോ നമുക്ക് കഥയൊന്ന് വായിച്ചു നോക്കാം, അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം. സോ ഈ കഥ രചിച്ചിരിക്കുന്നത് ബംഗാളി എഴുത്തുകാരിയായ ആശാപൂർണ ദേവിയാണ്. അവരുടെ പ്രഥം പ്രതിശ്രുതി എന്ന നോവൽ വളരെയധികം പ്രശസ്തമാണ്. നമ്മുടെ മാച്ച് ബോക്സ് എന്ന സ്റ്റോറി വലിയൊരു സന്ദേശമാണ് നമുക്ക് പകർന്നു തരുന്നത്. കഥയൊന്ന് വായിച്ചു നോക്കാം. കഥയുടെ ടൈറ്റിലിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ടറി പാർട്ടുണ്ട്. അതൊന്ന് വായിച്ച് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. There are two ways of spreading light, to be the candle or the mirror that reflects it. ഇവിടെ പറയുന്നത് എന്താണ്? പ്രകാശം പരത്താനായിട്ട് സ്പ്രെഡിങ് ലൈറ്റ്, അതായത് പ്രകാശം പരത്താനായി രണ്ട് മാർഗങ്ങളുണ്ട് അത്രേ. ടു ബി ദ ക്യാൻഡിൽ, ഒന്ന് സ്വയം ഉരുകുന്ന മെഴുകുതിരിയാക്കാം, അല്ലെങ്കിൽ ദ മിറർ ദാറ്റ് റിഫ്ലെക്ട്സ് ഇറ്റ്, തന്നിലേക്ക് വരുന്ന പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയായി പ്രവർത്തിക്കാം. വിമൻ ഷുഡ് ചൂസ് ബിറ്റ്വീൻ ബീങ് എ ക്യാൻഡിൽ ഓർ എ മിറർ. അതിൻ്റെ തൊട്ട് താഴെയുള്ള വരിയിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ്. ഒരു സ്ത്രീക്ക് ഒന്നുകിൽ ജീവിതത്തിൽ അവർക്കൊരു ക്യാൻഡിലാകാം, ഒരു മെഴുകുതിരിയാകാം, സ്വയം ഉരുകിത്തീരാം, പ്രകാശം പരത്താം, അതേപോലെ ഒരു കണ്ണാടിയും ആകാം. തന്നിലേക്ക് വരുന്ന വെളിച്ചത്തെ, പ്രകാശത്തെ പരത്തുന്ന ഒരു കണ്ണാടിയായും വർത്തിക്കാം. ആൻഡ് വർക്ക് ഫോർ ദർ ഇമാൻസിപ്പേഷൻ ആസ് വെൽ ആസ് ഫോർ ദ ജനറേഷൻസ് ടു കം. അവരുടെ ഇമാൻസിപ്പേഷൻ എന്താണ്? സ്വാതന്ത്ര്യം. അവരുടെ സ്വാതന്ത്ര്യത്തിനും വരും തലമുറയുടെ നന്മയ്ക്കും വേണ്ടി അവർക്ക് ഒന്നുകിൽ ഒരു മെഴുകുതിരിയാകാം, അല്ലെങ്കിൽ ഒരു മിറർ ആകാമെന്ന് ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം. Matchbox. I always compare women to matchboxes. Why? Because of the way matchboxes are. Even though they have enough gunpowder to set 100 langas aflame, they sit around meek and innocent in the kitchen, in the pantry, in the bedroom, here, there, anywhere. Women too are exactly the same. You want an example? സോ കഥ രസകരമായിട്ടാണ് തുടങ്ങുന്നത്. ഐ ഓൾവേസ് കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. അവർ പറയുകയാണ്, സ്ത്രീകളെ അവർ പലപ്പോഴും തീപ്പെട്ടിയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന്. കമ്പയർ ചെയ്യുക എന്നാൽ എന്താണ്? അവർ സാമ്യപ്പെടുത്തുന്നത്. വൈ? എന്തുകൊണ്ടാണ് അങ്ങനെ? ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് പറയുന്നത്? തീപ്പെട്ടികൾ എങ്ങനെയാണോ, ഈവൻ ദോ ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ, അതിൻ്റെ ഉള്ളിൽ ധാരാളം ഗൺ പൗഡർ ഉണ്ട്, വെടിമരുന്ന് നിറച്ച കൊള്ളികൾ വെച്ചിട്ടുണ്ട് അല്ലേ. ടു സെറ്റ് 100 ലങ്കാസ് അഫ്ലെയിം, അതിൽ ഒരെണ്ണം വിചാരിച്ചാൽ മതി, എത്ര ലങ്കകൾ വേണമെങ്കിലും ചുട്ടരിക്കാൻ കഴിയും. ദേ സിറ്റ് അറൗണ്ട് മീക്ക് ആൻഡ് ഇന്നസെൻറ്റ്. പക്ഷേ അവരങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല. അവർ വളരെ അനുസരണയുള്ള, വളരെ നിഷ്കളങ്കരായ, അച്ചടക്കമുള്ളവരെ പോലെ ഇൻ ദ കിച്ചണിലോ പാൻട്രി, ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തോ, ഇൻ ദ ബെഡ്റൂമിലോ, ഹിയർ ദെയർ, ഒരു വീട്ടിൽ ചെന്നാൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സർവ്വസാധാരണയായിട്ട് മാച്ച് ബോക്സിനെ കാണാൻ കഴിയും. എനിവെയർ വിമൻ ടു, സ്ത്രീകളും അതുപോലെയാണ്. ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലേ, അവരെയും ഇതുപോലെ അടുക്കളയിലും ഭക്ഷണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തും ബെഡ്റൂമിലോ ഡൈനിങ് റൂമിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. എക്സാക്ട്ലി ദ സെയിം. അവരും ഇതുപോലെയാണ്, വളരെ മീക്ക് ആൻഡ് ഇന്നസെൻ്റ് ആണ്, വളരെ അനുസരണയുള്ള, അച്ചടക്കമുള്ള തീപ്പെട്ടികളെ പോലെയാണ് എന്ന് പറയുന്നു. യു വാണ്ട് ആൻ എക്സാമ്പിൾ? നിങ്ങൾക്കിനി ഒരു ഉദാഹരണം കാണണോ? ദെൻ ലുക്ക് കെയർഫുള്ളി അറ്റ് ദാറ്റ് ഇനോമസ് 3-story ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ആ വളരെ വലിയ 3-story ഹൗസ്, 3 നിലയുള്ള ആ വീട്ടിലേക്കൊന്ന് നോക്കൂ. സൺഡേ മോർണിംഗ്, ഇത് ഞായറാഴ്ച രാവിലെയാണേ. ദ വാഷർമാൻ ഹാസ് കം ആൻഡ് ഇസ് വെയിറ്റിംഗ്. ഈ വീട്ടിലെ വസ്ത്രങ്ങളെല്ലാം അലക്കുന്ന ജോലിക്കാരനുണ്ട്, അലക്കുകാരൻ. അയാൾ അവിടെ വന്ന് നിൽക്കുകയാണ്. സൺഡേ മോർണിംഗും കൂടിയാണ്. മൊമെന്റ്സ് ബിഫോർ ഹാൻഡിങ് ഓവർ എ ഹീപ്പ് ഓഫ് അജിത്സ് ഡേർട്ടി ക്ലോത്ത്സ് ടു ദ വാഷർമാൻ, നോമിത ഗോസ് ത്രൂ ദ പോക്കറ്റ്സ് വൺ ലാസ്റ്റ് ടൈം ആൻഡ് ഡിസ്കവേഴ്സ് ദ ലെറ്റർ. മൊമെന്റ്സ് ബിഫോർ ഹാൻഡിങ് ഓവർ എ ഹീപ്പ് ഓഫ് അജിത്സ് ഡേർട്ടി ക്ലോത്ത്സ് ടു ദ വാഷർമാൻ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ അജിത്തിൻ്റെ
ഡേർട്ടി ക്ലോത്ത്സ്, മുഷിഞ്ഞു നാറിയ തുണികൾ ഈ അലക്കുകാരനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് നോമിത, നമ്മുടെ കഥയിലെ നായികയാണ്, പ്രധാന കഥാപാത്രമാണ്, പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയും. നോമിത അവസാനമായി അവളുടെ ഭർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ പോക്കറ്റൊക്കെ ഒന്ന് പരതി നോക്കുകയാണ്. സാധാരണ വീട്ടമ്മമാരൊക്കെ എങ്ങനെയല്ലേ? ഏതൊരു സാധാരണ വീട്ടമ്മയും പോലെ ഭർത്താവിൻ്റെ വസ്ത്രം കഴുകുന്നതിന് മുമ്പായി അവളുടെ ഭർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ പോക്കറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ്. നോമിത ഗോസ് ത്രൂ ദ പോക്കറ്റ്സ് വൺ ലാസ്റ്റ് ടൈം ആൻഡ് ഡിസ്കവേഴ്സ് ദ ലെറ്റർ. നോക്കുമ്പോൾ എന്താണ്, അതിലൊരു കത്തുണ്ട്. എ ട്വിസ്റ്റഡ് ക്രംബിൾഡ് എൻവലപ്പ് വിത്ത് ഇറ്റ്സ് മൗത്ത് സ്റ്റോൺ ആൻഡ് ഓൺ ദ എൻവലപ്പ് നോമിതാസ് നെയിം. എ ട്വിസ്റ്റഡ് ക്രംബിൾഡ്, ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചുരുട്ടി, ക്രംബിൾഡ് ചുരുട്ടി മടക്കിയ ഒരു എൻവലപ്പ്, കത്തിൻ്റെ കവറാണ്. വിത്ത് ഇറ്റ്സ് മൗത്ത് സ്റ്റോൺ, അതിൻ്റെ വായ പൊട്ടിച്ചിട്ടുണ്ട്, കീറിയിട്ടുണ്ട്. ആൻഡ് ഓൺ ദ എൻവലപ്പ്, അതിൻ്റെ പുറത്ത് നോമിതാസ് നെയിം, കവറിൻ്റെ പുറത്ത് അവളുടെ സ്വന്തം പേരാണ് എഴുതിയിരിക്കുന്നത്. എ ഫ്ലെയിം ഗോസ് അപ്പ് ഡോപ്പ് ഇൻ ഓൾ നോമിതാസ് നെർവ്സ് ആൻഡ് മൈൻഡ്സ്. ആ പേര് കണ്ടപ്പോൾ തന്നെ അവളുടെ ഞരമ്പുകളിലൂടെ, സിരകളിലൂടെ ഒരു തീനാളം പ്രവേശിക്കുകയാണ്. ഷീ ഡ്രോപ്സ് ദ ക്ലോത്ത്സ് ഇൻ ഹെർ ഹാൻഡ് ആൻഡ് സിറ്റ്സ് ഓൺ ബെഡ് ടു ഓപ്പൺ ദ ലെറ്റർ. അവൾ കയ്യിലിരുന്ന മുഷിഞ്ഞു നാറിയ അയാളുടെ വസ്ത്രം താഴെ കിട്ടുകൊണ്ട് ആ കട്ടിലിരുന്നു. ടു ഓപ്പൺ ദ ലെറ്റർ, കത്ത് തുറന്ന് വായിക്കാൻ തുടങ്ങി. ദ ഫസ്റ്റ് തിങ് ഷീ ലുക്ക് അറ്റ് ഈസ് ദ ഡേറ്റ്. കത്ത് വായിക്കുന്നതിന് മുമ്പ് അവൾ ആദ്യം നോക്കിയത് കത്തിൽ ഡേറ്റ് ആണ്. ഗോയിങ് ബൈ ദ ഡേറ്റ് നോക്കിയപ്പോൾ ദ ലെറ്റർ മസ്റ്റ് ഹാവ് കം അബൌട്ട് 3 days earlier. 3 ദിവസം മുമ്പ് വന്ന കത്താണിത്. കത്തിൻ്റെ അകത്ത് ഡേറ്റ് വെച്ചിരിക്കുന്നതും. ഷീ ടേൺസ് ഓവർ ദ എൻവലപ്പ് ആൻഡ് മാച്ചസ് ദ പോസ്റ്റ് മാർക്ക് ടു ദ ലെറ്റർ. മാത്രമല്ല ഈ എൻവലപ്പിൻ്റെ പുറത്ത് പോസ്റ്റ് മാർക്കുണ്ട്, വട്ടത്തിലുള്ള ഒരു പോസ്റ്റ് മാർക്ക് കണ്ടിട്ടില്ലേ, അതിൽ ഡേറ്റ് ഉണ്ട്. രണ്ടും ഒരേ ഡേറ്റ് ആണ്. That too bears the same witness. അവൾക്ക് മനസ്സിലായി എന്താ, യെസ്, ദ ലെറ്റർ കെയിം 3 days ago. ഈ കത്ത് വന്നിട്ട് 3 ദിവസമായിരിക്കുന്നു. അജിത് ഹാസ് ഓപ്പൺഡ് ഇറ്റ് ആൻഡ് റെഡ് ഇറ്റ്. അജിത്ത് ഇത് വായിച്ചിരിക്കുന്നു, തുറന്ന് നോക്കിയിരിക്കുന്നു. Then crumbled it and twisted it and dropped it into his pocket and left it there. അവൾക്ക് ഉറപ്പുണ്ട് തൻ്റെ ഭർത്താവ് താനറിയാതെ ഈ കത്ത് തുറന്ന് വായിച്ചിരിക്കുന്നു എന്ന്. മാത്രമല്ല ദെൻ ക്രംബിൾഡ്, ചുരുട്ടി കൂട്ടി, ആൻഡ് ട്വിസ്റ്റഡ്, അതിങ്ങനെ എന്താണ്, പിരിച്ച്, ഇറ്റ് ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ഹിസ് പോക്കറ്റ്, അത് അയാളുടെ പോക്കറ്റിൽ നിക്ഷേപിക്കുകയും, ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ദെയർ, അത് അവിടെ സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. hasn't felt the need to mention it even once to നോമിത. ഒരിക്കൽ പോലും അവളോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ അയാൾക്ക് തോന്നിയില്ലല്ലോ. hasn't felt the need to mention it even once to നോമിത. ഒരിക്കൽ പോലും ഈ കത്തിനെ പറ്റി ഒന്ന് പരാമർശിക്കാൻ അയാൾക്ക് തോന്നിയില്ലല്ലോ. The flame that had gone absorbed now burns steadily, hissing, sounding its note on each of her mind's strings. The flame, നേരത്തെ പറഞ്ഞില്ലേ, അയാൾക്ക് ഒരിക്കൽ പോലും അവളോട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ തോന്നിയില്ലല്ലോ. The flame that had gone up now burns steadily, hissing, sounding its note on each of her mind strings. The flame, ആ തീനാളമുണ്ടല്ലോ അവളുടെ ശരീരത്തിൽ നേരത്തെ പ്രവേശിച്ച, അത് ബേൺ സ്റ്റഡിലി, അത് അവിടെ നിന്ന് ആളി കത്തുകയാണ്. ഹിസ്സിങ്, സർപ്പങ്ങളുടെ സീൽക്കാര ശബ്ദം പോലെ അവളുടെ ഉള്ളിൽ നിന്നും ശബ്ദം ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു. സൗണ്ടിങ് ഇറ്റ്സ് നോട്ട് ഓൺ ഈച്ച് ഓഫ് ഹർ മൈൻഡ് സ്ട്രിങ്, അവളുടെ മനസ്സിൻ്റെ ഓരോ തന്ത്രയിലും ആ ശബ്ദങ്ങൾ പ്രതിഫലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബിക്കോസ് ദിസ് ഇൻസിഡൻറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്, ഇറ്റ് ഈസ് ഡെലിബറേറ്റ്. അവൾക്ക് ഉറപ്പുണ്ട് ഈ ഒരു സംഭവം ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്, ഇതിങ്ങനെ അപ്രതീക്ഷിതമായി സംഭവിച്ചൊരു കാര്യമല്ല, ഇറ്റ് ഈസ് ഡെലിബറേറ്റ്, ഇത് മനഃപൂർവ്വമാണ് എന്നുള്ള കാര്യത്തിൽ നോമിതയ്ക്ക് ഒരു സംശയവും ഇല്ല. സോ സ്റ്റോറിയുടെ ആദ്യത്തെ പേജാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അടുത്ത പേജിലെ എക്സ്പ്ലനേഷനുമായി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.